നമസ്കാരം. മഴക്കാലം കടന്നു വരുന്നു, അല്ലെങ്കിൽ കടന്നു വന്നു എന്ന് തന്നെ പറയാം. രണ്ട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് കേരളത്തിലെ ജനത അനുഭവിക്കുന്നത്. ഒന്ന്, കുഴിയേത് റോഡേത് എന്ന് തിരിച്ചറിയാതെയുള്ള യാത്ര. കുഴിയിൽ വീണ് ഇരുചക്രവാഹനങ്ങളും അതുപോലെ തന്നെ മനുഷ്യരുമടക്കം അപകടത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ദുരവസ്ഥ. രണ്ടാമത്തേത് മഴക്കാല രോഗങ്ങൾ തന്നെ. ഇപ്പോൾ തന്നെ പനിയും മറ്റ് രോഗങ്ങളുമൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ മാരകമായ പല രോഗങ്ങളും ഇനിയും കടന്നുവരും എന്നുള്ള മുന്നറിയിപ്പും സംസ്ഥാന ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. രണ്ടിലും അടിയന്തരമായി പരിഹാരം കാണേണ്ട ബാധ്യത സർക്കാരിന് ഉണ്ട്. തലസ്ഥാന നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം അനന്തമായി നീളുന്നത് കാരണം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടതിനെക്കുറിച്ച് നഗരസഭാ സെക്രട്ടറി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥാണ് നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. മഴ പെയ്തതോടെ യാത്ര ദുസ്സഹമായി മാറിയിരിക്കുകയാണ്. കേസ് ജൂൺ മാസത്തിലായിരിക്കും പരിഗണിക്കുക. വീട്ടുകാർക്ക് വലിയ കുഴികൾ ചാടിക്കടന്ന് വേണം പുറത്തു പോകാൻ. പലരും വീട്ടിൽ നിന്ന് കാറെടുത്തിട്ട് മാസങ്ങളായി. മഴ തുടങ്ങിയതോടെ നിർമ്മാണം നിലച്ചു. നഗരത്തിലെ 80% റോഡുകളാണ് സ്മാർട്ടാക്കുന്നത്. 273 കോടി മുടക്കിയാണ് റോഡുകൾ നവീകരിക്കുന്നത്. സ്കൂളുകളും കോളേജുകളും പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളിലെ റോഡുകളാണ് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞു. 28 റോഡുകളുടെ നവീകരണം ഇനിയും പൂർത്തിയാക്കാനുണ്ട്. കൃത്യമായ ആസൂത്രണമില്ലായ്മയാണ് പ്രതിസന്ധിക്ക് കാരണം. നിർമ്മാണം എന്ന് തുടങ്ങിയെന്നും എന്ന് പൂർത്തിയാകുമെന്നും ബോർഡ് സ്ഥാപിക്കണമെന്നും പൊതുമരാമത്ത് മാനുവലിൽ പറയുന്നുണ്ടെങ്കിലും ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. ഒരു പത്രം പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നഗരസഭാ സെക്രട്ടറിയോട് ഈ വിഷയത്തിൽ വിശദീകരണമാണ് ഇപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തേടിയിരിക്കുന്നത്. അതേസമയം തിരുവനന്തപുരം ജില്ലയിൽ പെയ്യുന്ന കനത്ത മഴ, ഈ സാഹചര്യത്തിൽ ജനങ്ങൾ എലിപ്പനിക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണം എന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കുന്നു. കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിൽ ഇറങ്ങുകയോ കുളിക്കുകയോ കളിക്കുകയോ കൈകാൽ മുഖവും കഴുകുകയോ ചെയ്യാൻ പാടില്ല എന്ന് മുന്നറിയിപ്പുണ്ട്. എലി, അണ്ണാൻ, പൂച്ച, പട്ടി, മുയൽ, കന്നുകാലികൾ തുടങ്ങിയവയുടെ വിസർജ്യങ്ങൾ കലർന്ന ജലവുമായി സമ്പർക്കം ഉണ്ടാകുന്നതും രോഗാണു കലർന്ന ആഹാരവും വെള്ളവും ഉപയോഗിക്കുന്നതും എലിപ്പനിക്ക് കാരണമാകും. വെള്ളപ്പൊക്കത്തിൽ അകപ്പെടുന്നവർ, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ, മാധ്യമപ്രവർത്തകർ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഓടകളിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ, മൃഗങ്ങളെ പരിപാലിക്കുന്നവർ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങി രോഗസാധ്യത കൂടിയവർ നിർബന്ധമായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ കഴിക്കണം. ഡോക്സിസൈക്ലിൻ എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യമായി ലഭിക്കും. രോഗസാധ്യത കൂടിയ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർ കയ്യുറയും കാലുറയും ധരിക്കുന്നത് അഭികാമ്യമാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയാതെ സംസ്കരിക്കുക. പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ നന്നായി കഴുകി ഉപയോഗിക്കുക. അവൽ പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വൃത്തിയുള്ള സാഹചര്യത്തിൽ തയ്യാറാക്കിയവ മാത്രം ഉപയോഗിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ശീതളപാനീയ കുപ്പികളും പാക്കറ്റുകളും കുടിവെള്ള കുപ്പികളും മറ്റ് ഭക്ഷണ പാക്കറ്റുകളും എലി കയറാത്ത രീതിയിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്താൻ കച്ചവടക്കാർ ശ്രദ്ധിക്കണം. ഇത്തരം പാക്കറ്റുകളും കുപ്പികളും വൃത്തിയാക്കിയ ശേഷം പൊട്ടിച്ച് ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം. പനി, തലവേദന, കാലുകളിലെ പേശികളിൽ വേദന, കണ്ണിന് മഞ്ഞ ചുവപ്പ് നിറം, മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞ കടുത്ത നിറം എന്നിവയാണ് എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ. പനിയോടൊപ്പം മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ കൂടി കണ്ടാൽ എലിപ്പനി സംശയിക്കാം. രോഗം ഗുരുതരമായാൽ മരണം സംഭവിക്കാം. രോഗസാധ്യത കൂടിയ ഇടങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവർ പനി അനുഭവപ്പെട്ടാൽ ഉടനടി ചികിത്സ തേടുകയും ഡോക്ടറോട് ജോലി ചെയ്ത ഇടത്തെക്കുറിച്ച് പറയുകയും ചെയ്യുക. അസുഖ വിവരം അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുക. സ്വയം ചികിത്സ പാടില്ലെന്നും പൂർണ്ണമായി വിശ്രമിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.